നമ്മൾ നമ്മുടെ പാറ്റിയോ അങ്ങനെ എപ്പോഴൊന്നും ക്ലീൻ ചെയ്യാറില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പന്നലും പൂപ്പലും ഇടയ്ക്ക് കുറേ പുല്ലൊക്കെ പിടിച്ച് ഇത്തിരി മെസ്സി ആയിട്ടോ കിടന്നായിരുന്നേ. എന്നാൽ പിന്നെ അതൊന്ന് പവർ വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പനും മക്കളും കൂടെ ഒക്കെ ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടോ ക്ലീൻ ആക്കാനായിട്ട്. നമ്മുടെ സാധാ ടാപ്പിൽ നിന്നുള്ള വെള്ളം തന്നെ നമ്മൾ കണക്ട് ചെയ്തായിരുന്നേ. പിന്നെ അവന്മാരും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോന്ന് പറക്കി കളയാനൊക്കെ ആയിട്ട്. പക്ഷേ വെള്ളത്തിന് നല്ല പവറായിരുന്നു കേട്ടോ. നമ്മുടെ ഇടയ്ക്കുള്ള പുല്ലൊക്കെ തന്നെ ആ വെള്ളം കൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു പോന്നു. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ഊഞ്ഞാലിലോട്ടും നമ്മുടെ ഗ്ലാസ് ഹൗസിലോട്ടും ഒക്കെ കല്ല് വാങ്ങിയ വഴികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം തെളിഞ്ഞ് വന്നാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ പോണ്ട്. അപ്പോൾ പോണ്ടിലേക്കാണ് ഇവിടെ നിന്ന് ക്ലീനായി പോകുന്ന കുറച്ച് മണ്ണിലും പായലൊക്കെ ചെന്ന് വീണു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കിനി പോണ്ടിനി ക്ലീൻ ചെയ്യാനായിട്ട്. അതിന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എല്ലാം ഒന്ന് അടക്കി പറക്കി. അപ്പോൾ ഇനി വെള്ളമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാട്ടോ. എല്ലാം നല്ല തെളിഞ്ഞ് വന്ന് കിടക്കുന്ന കാണാനായിട്ട്. മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് എല്ലാ ചെടികളും എല്ലാം കാണാൻ പറ്റും. നമ്മുടെ ബെഡ്റൂമിന് നേരെയുള്ള വ്യൂ ആട്ടോ അതെ. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ചെടി നനയ്ക്കുകയും